അയൽക്കാരനായ യുവാവുമായുള്ള പ്രണയം. പിന്നീട് വീട്ടുകാർ ആ പ്രണയത്തെ എതിർത്ത് ഒരു ബിസിനസ്സുകാരനുമായി വിവാഹം നടത്തുന്നു. ഹണിമൂണിനിടെ ഭർത്താവിനെ കൊലപ്പെടുത്താൻ യുവതിയുടെ കൊട്ടേഷൻ. നവദമ്പതികളുടെ തിരോധാന കേസിൽ തുടങ്ങിയ അന്വേഷണമാണ് ക്രൈം ത്രില്ലർ സിനിമയെപ്പോലും വെല്ലുന്ന കൊലപാതകത്തിൻ്റെ ചുരുളഴിച്ചത്. ഏതൊരു കൊലപാതകത്തിനും സംഭവിക്കുന്ന പ്രതികളുടെ ചെറിയൊരു പിഴവും ടൂറിസ്റ്റ് ഗൈഡിൻ്റെ മൊഴിയും കേസിൽ നിർണായകമായി. ഇൻഡോർ സ്വദേശി രാജാ രഘുവംശിയുടെ കൊലപാതകത്തിൽ ഭാര്യയെ കൂടാതെ അവരുടെ കാമുകനും പങ്കുണ്ടെന്ന് തെളിഞ്ഞിരിക്കുന്നു. കേസിൽ എവിടെയാണ് പ്രതികൾക്ക് പിഴച്ചത്? വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പെട്രോൾ. സ്വാഗതം. ഹണിമൂണിനിടെ സ്വന്തം ഭർത്താവിനെ കൊട്ടേഷൻ നൽകി കൊലപ്പെടുത്തിയ യുവതിയുടെ ക്രൂരത ഒരു നാടിന് മുഴുവൻ നടുക്കിയ സംഭവമാണ്. ഇൻഡോർ സ്വദേശി രാജാ രഘുവംശിയുടെ കൊലപാതകത്തിൽ പുറത്തുവരുന്നത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ. കേസിൽ ഭാര്യ സോനത്തിന് പിന്നാലെ അറസ്റ്റിലായവരിൽ ഒരാൾ അവരുടെ കാമുകനെന്നാണ് പോലീസിന്റെ സ്ഥിരീകരണം. കാമുകന് ലൈവ് ലൊക്കേഷൻ ഷെയർ ചെയ്തതിൻ്റെ തെളിവുകൾ ഉൾപ്പെടെ പോലീസ് ശേഖരിച്ചു. ഇൻഡോറിൽ നിന്നാണ് കാമുകൻ രാജ് സിംഗ് കുശാവഹ കാര്യങ്ങൾ നിയന്ത്രിച്ചത്. വാടക കൊലയാളികൾ ഭർത്താവിനെ ആക്രമിക്കുമ്പോൾ സോനം കൊലയാളികൾക്കുള്ള നിർദ്ദേശങ്ങൾ നൽകിയിരുന്നതായും അന്വേഷണ സംഘം വ്യക്തമാക്കുന്നു. ടൂറിസ്റ്റ് ഗൈഡിന്റെ മൊഴിയാണ് മേഘാലയയിലെ ഹണിമൂൺ കൊലയിൽ നിർണായക വഴിത്തിരിവായത്. മേഘാലയയിൽ മധുവിധു ആഘോഷിക്കാൻ പോയി കാണാതായ ദമ്പതിമാരിൽ ഭർത്താവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ വലിയ വഴിത്തിരിവാണ് ഉണ്ടായിരിക്കുന്നത്. ഭാര്യ സോനത്തിന് പുറമെ അറസ്റ്റിലായവരിൽ കാമുകനായ 21-കാരൻ രാജ് സിംഗ് കുശാവഹയുമുണ്ട്. ഇയാൾ സോനത്തിന്റെ പിതാവിന്റെ സ്ഥാപനത്തിലെ ജീവനക്കാരനാണ്. ഇവർ തമ്മിലെ ബന്ധമാണ് കൊലയ്ക്ക് കാരണമെന്നാണ് പോലീസിന്റെ നിഗമനം. ബന്ധം മറ്റുള്ളവരിൽ നിന്നും മറയ്ക്കാൻ ദീദി എന്നാണ് സോനത്തെ രാജ് സിംഗ് വിളിച്ചിരുന്നത്. സോനം ഹണിമൂൺ പദ്ധതിയിട്ട് തന്നെ ഭർത്താവ് രാജാ രഘുവംശിയെ കൊല്ലാനായിരുന്നുവെന്ന് മേഘാലയ DGP വ്യക്തമാക്കി. കൊലപ്പെടുത്താൻ സോനമാണ് കൊട്ടേഷൻ കൊടുത്തത്. മൊത്തം 5 പേരാണ് കേസിൽ പിടിയിലായത്. കൊലപാതകത്തിൽ രാജ് സിംഗ് കുശാവഹയ്ക്ക് പങ്കുണ്ടെങ്കിൽ സോനത്തിനും പങ്കുണ്ടാകുമെന്ന് രാജാ രഘുവംശിയുടെ സഹോദരൻ വിപുൽ രഘുവംശി പറഞ്ഞു. पहली बात तो इसमें है तो जो राज है, राज इनके ऑफिस को एम्प्लॉयर है, तो एम्प्लॉयर का आना जाना हमको एकदम थोड़ा शक नहीं लगा हम लोगों को. वो राजा को जिस दिन लेके आया था मैं 4 तारीख को, उस दिन भी वो यहाँ पे शामिल था उसके पापा के साथ में. तो इसके पापा को भी अंदाज नहीं था तो ये कोई कातिल है जिसने राजा को मारा है. तो उन लोगों को भी नहीं पता था, क्योंकि उन लोगों को कुछ ऐसा आइडिया होता कभी उसको लेके आते नहीं फिर. तो ये चीज़ें मैं जहाँ तक जानता हूँ मैं, तो इसकी मम्मी को जरूर कुछ पता होगा इस बारे में. बाकी इसकी मम्मी को ये भी नहीं पता होगा तो राज नहीं मारा था उस टाइम पे. बाकी ये जरूर पता है उसकी मम्मी को, तो राज का अफेयर चल रहा हुआ इससे सोनम से. സോനവും കാമുകനും ചേർന്നാണ് രാജാ രഘുവംശിയെ കൊലപ്പെടുത്താനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്തതെന്ന് പോലീസ് പറയുന്നു. മേഘാലയയിൽ എത്തിയതു മുതൽ കാമുകന് ഫോണിലൂടെ കൃത്യമായ വിവരങ്ങൾ കൈമാറിയിരുന്നു. ലൈവ് ലൊക്കേഷനും പോകുന്ന സ്ഥലങ്ങളുമെല്ലാം കാമുകന് ഫോണിലൂടെ അയച്ചു നൽകി. തുടർന്ന് ദമ്പതികളെ പിന്തുടർന്ന വാടക കൊലയാളികൾ മെയ് 23-നാണ് കൃത്യം നടത്തിയത്. കൊലയാളികൾ രാജാ രഘുവംശിയെ ആക്രമിച്ചപ്പോൾ സോനം ഇവർക്ക് നിർദ്ദേശങ്ങൾ നൽകിയിരുന്നതായിട്ടാണ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ വെളിപ്പെടുത്തൽ. സോനത്തിന്റെ കൺമുന്നിൽ വെച്ചാണ് കൊലപാതകം. യാതൊരു കൂസലുമില്ലാതെ യുവതി ഇതെല്ലാം കണ്ടു നിൽക്കുകയായിരുന്നു. കൊലപാതകം നടന്ന 2 ദിവസത്തിനു ശേഷം ഷില്ലോങ്ങിൽ നിന്ന് ഇൻഡോറിലേക്ക് ട്രെയിനിലാണ് സോനം മടങ്ങിയത്. അവിടെ വെച്ച് സോനവും രാജ് സിംഗും വീണ്ടും കണ്ടുമുട്ടി. വാടക വീട്ടിൽ ഇരുവരും ഒരുമിച്ച് താമസിക്കുകയും ചെയ്തു. ഇതിനു പിന്നാലെയാണ് സോനം രഹസ്യമായി ഉത്തർപ്രദേശിലെ ഗാസിപ്പൂരിലെത്തിയത്. മേഘാലയയിൽ ഹണിമൂൺ ആഘോഷിക്കുന്നതിനിടെ മെയ് 23 മുതൽ ദമ്പതികളെ കാണാതായിരുന്നു. തുടർന്ന് ഇവർ സഞ്ചരിച്ചിരുന്ന ഇരുചക്ര വാഹനം ഒരിടത്ത് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. ദിവസങ്ങൾ നീണ്ട തെരച്ചിലിനൊടുവിൽ ജൂൺ 2-ന് ഈസ്റ്റ് ഖാസി ഹിൽസിലെ മലയിടുക്കിൽ നിന്ന് രാജാ രഘുവംശിയുടെ മൃതദേഹം കണ്ടെടുത്തു. എന്നാൽ ഭാര്യ സോനം രഘുവംശിയെ അപ്പോഴും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. പിന്നീട് ഗാസിപ്പൂരിലെ ഒരു ധാബയിലാണ് സോനത്തെ അബോധാവസ്ഥയിൽ കണ്ടെത്തുന്നത്. പ്രാഥമിക പരിശോധനയിൽ തന്നെ രാജാ രഘുവംശിയുടേത് കൊലപാതകമാണെന്ന നിഗമനത്തിൽ പോലീസ് എത്തിയിരുന്നു. വടിവാളും റെയിൻകോട്ടും മൊബൈൽ സ്ക്രീനിന്റെ ഭാഗവും സംഭവ സ്ഥലത്ത് ലഭിച്ചിരുന്നു. ഇതിനിടെ 3 പേർ ദമ്പതികളെ പിന്തുടരുന്നത് കണ്ടതായി ഒരു ടൂറിസ്റ്റ് ഗൈഡ് നൽകിയ മൊഴിയും നിർണായകമായി.
തുടക്കം മുതലേ പോലീസിന് സോനത്തെ സംശയമുണ്ടായിരുന്നു. ഇതിനിടെ യുവതി കൊലയാളികളായ 3 പേരുമായി സംസാരിക്കുന്നതിന്റെ ചില CCTV ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. കടം വാങ്ങിയ പണം തിരികെ കൊടുക്കാത്തതും സാമ്പത്തികമായി കബളിപ്പിക്കുന്നതും അങ്ങേയറ്റം വിശ്വാസവഞ്ചനയാണ്. ഇത് പിന്നീട് വലിയ പകയും വിദ്വേഷവുമായി മാറാം. ഒടുവിൽ നിസ്സാര പ്രശ്നത്തെ തുടർന്ന് കൊല്ലും കൊലയും വരെയും സംഭവിക്കാറുണ്ട്. മലപ്പുറം വളാഞ്ചേരി എടയൂരിൽ 5000 രൂപയുടെ പേരിലാണ് യുവാവിനെ കാറിടിപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. മൂർക്കനാട് സ്വദേശി അനസിനെ ബൈക്കിൽ വരുമ്പോൾ കാറിടിച്ച് വീഴ്ത്തിയ ശേഷം വലിച്ചിഴച്ചു കൊണ്ടുപോയെന്നാണ് പരാതി. സാരമായി പരിക്കേറ്റ യുവാവ് ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ചൊവ്വാഴ്ച വൈകിട്ട് 3:30യോടെയായിരുന്നു സംഭവം. മൂർക്കനാട് സ്വദേശിയായ അനസ് ബൈക്കിൽ പോകവെ എടയൂർ വായനശാലയ്ക്ക് സമീപം വെച്ചാണ് കാർ ഇടിച്ചു തെറിപ്പിച്ചത്. കുറെ ദൂരം അനസിനെ ബൈക്കിനൊപ്പം വലിച്ചിഴച്ച കാറ് നിർത്താതെ പോയി. സാമ്പത്തിക തർക്കത്തിന്റെ പേരിലാണ് ആക്രമണം നടന്നത്. അനസ് പരിക്കുകളോടെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. നാട്ടുകാർ ചേർന്നാണ് ഇയാളെ വളാഞ്ചേരി നടക്കാവിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ബൈക്കിന്റെ ബാക്കിൽ ഒരു 100 മീറ്ററോളം ബാക്കിൽ നിന്ന് ഇവർ തുടർന്നിരുന്നു. ഞാൻ ഗ്ലാസ്സിലിങ്ങനെ നോക്കുമ്പോൾ വണ്ടി കാണുന്നുണ്ട്. പെട്ടെന്ന് തിരിഞ്ഞേക്ക് വണ്ടി തന്നെ ഒന്ന് ഇടിച്ചിട്ടിട്ട് ഒരു 50 മീറ്ററോളം വണ്ടി തന്നെ ഉരുസി കൊണ്ടുപോയി. പക്ഷേ ആ വണ്ടി വന്ന് തെറിച്ച് വീണിട്ട് വണ്ടിയായിട്ട് പിന്നെ ഇവരാണ് പോയി. പിന്നെ ഇവർ നിർത്താതാണ് പോയി. ഇവരെന്നോട് അവിടെ നിന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഞങ്ങൾ കാട്ടിത്തരാൻ, ഞങ്ങൾ കൊല്ലും, കൊല്ലാനുള്ള പണി ഞങ്ങൾ എടുക്കുന്നു അവരെന്നോട് പറഞ്ഞിട്ടുണ്ടായി. ഞാൻ അവർ പോയത്. എടയൂരിൽ വെച്ച് കഴിഞ്ഞ ദിവസം പോത്തുപൂട്ട് മത്സരം നടന്നിരുന്നു. ഇവിടെ വെച്ച് അനസിനെ തടഞ്ഞു വെക്കുകയും വാക്കുതർക്കം നടക്കുകയും ചെയ്തു. ഇതിനുശേഷമാണ് ആക്രമണം. 5000 രൂപയുടെ പേരിലാണ് വാക്കുതർക്കമുണ്ടായതെന്ന് അനസ് പറയുന്നു. ഇത് ആളെടുത്തുനിന്ന് ഞാനൊരു പോത്തിനെ വാങ്ങിയിരുന്നു. 85,000 റുപ്യക്ക് ഞാൻ വാങ്ങിയിരുന്നത്. ആൾ 90 വേണമെന്ന് പറഞ്ഞു. ഞാൻ 85 തരുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ 85 രൂപ കൊടുത്തവർക്ക് 5 കൂടി ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് എന്നെ തല്ലാൻ അവർ കണ്ടത്. അതിന് ശേഷമാണ് വൈകുന്നേരത്തെ ഞാൻ വീട്ടിൽ പോകുമ്പോൾ എൻ്റെ ബൈക്ക് തുടർന്ന് കാറായിട്ട് തുടർന്നിട്ട് എന്നെ ആക്രമിച്ച് കൊല്ലാൻ ശ്രമിച്ചു. വളാഞ്ചേരി പോലീസിൽ പരാതി നൽകാൻ ഒരുങ്ങുകയാണ് യുവാവ്. ന്യൂസ് 18 തിരൂർ. ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന സംസ്കൃത മന്ത്രം നമ്മൾ ചിലപ്പോഴൊക്കെ കേൾക്കാറുണ്ടല്ലേ. ലോകത്തെല്ലാവരും സുഖമായിരിക്കട്ടെ എന്ന മാനവികമായ കാഴ്ചപ്പാട് നല്ലത് തന്നെയാണ്. പ്രത്യേകിച്ച് വിവിധ ലോകരാജ്യങ്ങൾ തമ്മിൽ യുദ്ധവും യുദ്ധസമാനമായ ഏറ്റുമുട്ടലും നടക്കുമ്പോൾ പല മതവിഭാഗങ്ങളും ലോക സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നാൽ ഇങ്ങനെ വിവിധ രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് പുലിവാല് പിടിച്ചിരിക്കുകയാണ് എറണാകുളം ഉദയംപേരൂരിലെ ജീസസ് ജനറേഷൻ എന്ന പ്രാർത്ഥനാ കൂട്ടായ്മ. ഉദയംപേരൂരിൽ പാസ്റ്റർമാർ സംഘടിപ്പിച്ച പരിപാടിയിൽ പാകിസ്ഥാൻ പതാക ഉപയോഗിച്ചതിൽ പോലീസ് കേസെടുത്തു. ജീസസ് ജനറേഷൻ എന്ന പ്രാർത്ഥനാ കൂട്ടായ്മ നയിക്കുന്ന ഓഡിറ്റോറിയം ഉടമ ദീപു ജേക്കബിനെതിരെയാണ് കേസ്. ഉദയംപേരൂരിൽ വിവിധ പ്രൊട്ടസ്റ്റന്റ് സഭകളിലെ പാസ്റ്റർമാർ സംഘടിപ്പിച്ച പരിപാടിയിലാണ് പാകിസ്ഥാൻ പതാക ഉപയോഗിച്ചതായി പരാതിയുള്ളത്. ഉദയംപേരൂർ ജീസസ് ജനറേഷൻ ഓഡിറ്റോറിയത്തിൽ നടന്ന 40 ദിവസം നീണ്ട പ്രാർത്ഥനാ ശുശ്രൂഷയിൽ 20 രാജ്യങ്ങളുടെ പതാകയ്ക്കൊപ്പം പാകിസ്ഥാന്റെ പതാകയും ഉണ്ടായിരുന്നു. BJP എറണാകുളം ജില്ലാ സെക്രട്ടറി ശ്രീകുട്ടൻ നൽകിയ പരാതിയിലാണ് ഉദയംപേരൂർ പോലീസ് കേസെടുത്തത്. പരിപാടിയുടെ സംഘാടകനും ഓഡിറ്റോറിയത്തിന്റെ ഉടമയുമായ ദീപു ജേക്കബിനെതിരെയാണ് കേസ്. ചൈനയിൽ നിന്നാണ് പുതിയകാവ് സ്വദേശിയായ ദീപു ജേക്കബ് പതാക വാങ്ങിയത്. എല്ലാ രാജ്യങ്ങളുടെയും സമാധാനത്തിനായി നടത്തിയ പരിപാടിയാണെന്നാണ് സംഘാടകരുടെ വാദം. കഴിഞ്ഞ 1.5 വർഷമായി സകല രാജ്യങ്ങൾക്കും വേണ്ടിയുള്ള പ്രാർത്ഥനയിൽ 20 രാജ്യങ്ങളുടെ പതാക ഉപയോഗിക്കാറുണ്ടെന്നും മറ്റൊരു ദുരുദ്ദേശം ഇല്ലെന്നും ഓഡിറ്റോറിയം ഉടമ ദീപു പറഞ്ഞു. മതസ്പർദ്ധയ്ക്കും കലാപ ആഹ്വാനത്തിനുമാണ് കേസെടുത്തിരിക്കുന്നത്. പാകിസ്ഥാൻ പതാക പൊതുസ്ഥലത്ത് പ്രദർശിപ്പിച്ച് ആരാധന നടത്തിയെന്നാണ് FIR. പരിപാടി നടത്തിയതിനു ശേഷം മറ്റൊരു ചടങ്ങിനായി ഓഡിറ്റോറിയത്തിലേക്ക് പോയവരാണ് പാകിസ്ഥാൻ പതാക പ്രദർശിപ്പിച്ചത്.
പോലീസിന് ലഭിച്ച പരാതിയെ തുടർന്ന് പതാക കസ്റ്റഡിയിലെടുത്തു. പാകിസ്ഥാന്റെ കൊടി പ്രദർശിപ്പിച്ചു എന്ന് മാത്രമല്ല, ഇന്ത്യൻ പതാകയോട് സംഘാടകർ അനാദരവ് കാണിച്ചെന്നും ആരോപണമുണ്ട്. പരിപാടിക്ക് ശേഷം ഇന്ത്യൻ പതാക ശുചിമുറിയുടെ പരിസരത്തേക്ക് കൂട്ടിയിട്ടെന്നും BJP നേതാവ് നൽകിയ പരാതിയിൽ പറയുന്നു. ന്യൂസ് 18 കൊച്ചി. സ്ത്രീ എന്ന പരിഗണനയും ജാതിയുടെ പേരിലുള്ള ആനുകൂല്യങ്ങളും ദുരുപയോഗം ചെയ്യാനുള്ളതാണോ? ഒരാളുടെ പ്രതികാരം വീട്ടാനും ചില കേസുകളിൽ നിന്ന് രക്ഷപ്പെടാനും ലൈംഗിക ആരോപണവും ജാതി കാർഡും ഇറക്കുന്നവരുമുണ്ട്. നടൻ കൃഷ്ണകുമാറിനെതിരായ പരാതിയും കേസും പച്ചക്കള്ളമാണെന്നും കെട്ടിച്ചമച്ചതാണെന്നും സാമാന്യ ബോധമുള്ളവർക്കൊക്കെ മനസ്സിലായി. എന്നാൽ ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിലെ സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസിൽ കേരള പോലീസ് ആരെയാണ് സംരക്ഷിക്കുന്നത്? ജീവനക്കാരായ യുവതികളുടെ ബാങ്ക് അക്കൗണ്ട് വിശദാംശങ്ങൾ പോലീസ് ഒടുവിൽ വിശദമായി പരിശോധിച്ചു. കവടിയാറിലെ വ്യാപാര സ്ഥാപനത്തിലെ QR കോഡ് മാറ്റി 3 വനിതാ ജീവനക്കാർ സ്വന്തം അക്കൗണ്ടുകളിലേക്ക് പണം സ്വീകരിച്ചതിൻ്റെ തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചതായാണ് വിവരം. ശനിയാഴ്ചയാണ് കൃഷ്ണകുമാറിനും കുടുംബത്തിനുമെതിരെ ജീവനക്കാരികൾ പരാതി നൽകിയത്. കള്ളക്കേസിൽ കുടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തി 5 ലക്ഷം രൂപ ദിയ കൈപ്പറ്റിയെന്നും തട്ടിക്കൊണ്ടുപോയി ഫോൺ തട്ടിയെടുത്തെന്നും മുറിയിൽ പൂട്ടിയിട്ട് കൊല്ലുമെന്ന് പറഞ്ഞെന്നും ജീവനക്കാർ ആരോപിച്ചിരുന്നു. കവടിയാറിലെ ദിയയുടെ സ്ഥാപനത്തിൽ QR കോഡിൽ തിരിമറി നടത്തി ജീവനക്കാർ 69 ലക്ഷം രൂപ തട്ടിയെടുത്തെന്ന് കൃഷ്ണകുമാർ ആദ്യം നൽകിയ പരാതിയിൽ ജീവനക്കാർക്കെതിരെയും പോലീസ് കേസെടുത്തിരുന്നു. ഇതിനു പിന്നാലെയാണ് കൃഷ്ണകുമാറിനും കുടുംബാംഗങ്ങൾക്കുമെതിരെ ജീവനക്കാരികൾ പരാതി നൽകിയത്. 2 പരാതികളിലും പോലീസ് അന്വേഷണം തുടരുകയാണ്. ജീവനക്കാരികളുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ പോലീസ് വിശദമായി പരിശോധിച്ചു. വ്യാപാര സ്ഥാപനത്തിലെ QR കോഡ് മാറ്റി 3 ജീവനക്കാരികൾ സ്വന്തം അക്കൗണ്ടിലേക്ക് പണം സ്വീകരിച്ചതിന്റെ തെളിവുകൾ ലഭിച്ചതായാണ് വിവരം. അതേസമയം 2 ജീവനക്കാരുടെ മൊഴി രേഖപ്പെടുത്താൻ പോലീസിന് ഇതുവരെ സാധിച്ചിട്ടില്ല. കൃഷ്ണകുമാറിനെതിരായ തട്ടിക്കൊണ്ടുപോകൽ ആരോപണങ്ങളെ ദുർബലപ്പെടുത്തുന്ന CCTV ദൃശ്യങ്ങളും ഇതിനിടെ പുറത്തു വന്നിരുന്നു. സാമ്പത്തിക തട്ടിപ്പ് കേസിൽ സത്യം ബോധ്യപ്പെട്ടു വരുന്നതിൽ ഏറെ സന്തോഷമെന്ന് കൃഷ്ണകുമാറും ദിയ കൃഷ്ണയും ന്യൂസ് 18 പറഞ്ഞു. ഇതുവരെ അഫ്കോഴ്സ് ഞാൻ തൃപ്തരായാണ് ഇരിക്കുന്നത്. കാരണം ഇന്ന് രാവിലെ എണീക്കുമ്പോഴാണ് പത്രത്തിൽ വന്നൊരു ന്യൂസിന്റെ കാര്യം അമ്മ ഫോർവേഡ് ചെയ്യുന്നത്. കാര്യം എന്റെ ഷോപ്പിൽ ഇന്നലെ പോലീസ് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അവരെന്റെ എല്ലാ സ്റ്റേറ്റ്മെന്റും കാര്യങ്ങളും ഒക്കെ അന്വേഷിച്ചായിരുന്നു. വളരെ നല്ല രീതിയിലായിരുന്നു എല്ലാം അവർ ഡീൽ ചെയ്തിരുന്നത്. എല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോഴും ഞാൻ പറയുന്ന ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ, സത്യം ജയിച്ചേ പറ്റത്തുള്ളൂ, എന്നെ നിങ്ങൾ ഹെൽപ്പ് ചെയ്യണം, ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരും പറഞ്ഞു നമ്മളെ കൊണ്ട് പറ്റുന്ന ഹെൽപ്പ് നമ്മൾ ചെയ്യാം, നമ്മൾ ആദ്യം ഒന്ന് പരിശോധിക്കട്ടെ. 2 പേരുടെയും കിട്ടിയിട്ടുണ്ട്, 2 കൂട്ടരുടെ ഇനി പരിശോധിക്കണം. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ലഭിച്ചത് അപ്രതീക്ഷിത പരിഗണനയാണെന്നും കൃഷ്ണകുമാർ. ഏത് രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ പോലും അത് അവർ ഭരണത്തിലിരിക്കുകയാണ്. ഇത് ആഭ്യന്തരമന്ത്രി കൂടിയാണ്. എൻ്റെ അടുത്ത് അവിടെ ചെല്ലുന്നു, ഇരിക്കാൻ പറയും. ഞാൻ കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ ഓൾറെഡി അദ്ദേഹത്തിനെ എല്ലാം ബ്രീഫ് ചെയ്ത് കൊടുത്തിരിക്കും. കൃഷ്ണകുമാറിനെയൊക്കെ ഞങ്ങൾക്ക് വലിയ ഇഷ്ടമാണ്, വിശ്വാസമാണ്, കൂടുതലൊന്നും പറയണ്ട, കൃത്യമായ അന്വേഷണം നടന്നിരിക്കും. അപ്പം ഞാനും പറയുന്നത്, എനിക്ക് എൻ്റെ ഭാഗം അന്വേഷണം ഒന്നുമല്ല, സുതാര്യമായിട്ടൊരു അന്വേഷണം നടത്തുക. ആരാണോ തെറ്റുകാർ അവർക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുക. അതേസമയം കൃഷ്ണകുമാറും ദിയയും മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വെള്ളിയാഴ്ച ഹർജി പരിഗണിക്കും. ന്യൂസ് 18 തിരുവനന്തപുരം. കുട്ടികളുടെ മനസ്സിൽ പ്രണയമെന്ന വികാരം ഉടലെടുക്കുന്ന പ്രായമാണ് കൗമാരം. ആ സമയം വീട്ടുകാർ എത്ര എതിർത്താലും താൻ പ്രണയിക്കുന്നയാളെ ഉപേക്ഷിക്കാൻ പലരും തയ്യാറാകില്ല. കൊല്ലം ചടയമംഗലത്ത് 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയും 19കാരനും നാടുവിട്ടത് വീട്ടുകാർ പ്രണയം എതിർത്തതിനെ തുടർന്നാണ്. മാതാപിതാക്കളുടെ പരാതിയിൽ ചടയമംഗലം പോലീസ് ഇരുവരെയും നാടകീയമായി പിടികൂടി. വിദ്യാർത്ഥിനിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ 19കാരനെ അറസ്റ്റ് ചെയ്തു. കോടതിയിൽ ഹാജരാക്കിയ പ്രതി അയത്തിൽ സ്വദേശി സജീറിനെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. കൊല്ലം അയത്തിൽ സ്വദേശി 19കാരൻ സജീറാണ് ചടയമംഗലം പോലീസിന്റെ പിടിയിലായത്. ഈ മാസം 5-ാം തീയതി ഇയാൾ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി വിവിധ സ്ഥലങ്ങളിൽ എത്തിച്ച് പീഡിപ്പിച്ചതായാണ് കേസ്. കൊല്ലത്ത് നിന്നും ട്രെയിൻ മാർഗം കോട്ടയത്തും തുടർന്ന് ആന്ധ്രയിലും എത്തിച്ചായിരുന്നു പീഡനം. പെൺകുട്ടിയുമായി കറങ്ങി നടക്കുകയും ആന്ധ്രാപ്രദേശിൽ ലോഡ്ജിൽ മുറിയെടുത്ത് താമസിക്കുകയും ചെയ്തു.
യാത്രാമധ്യേ മൊബൈൽ ഫോൺ ഇയാൾ വിറ്റത് അന്വേഷണത്തിൽ വെല്ലുവിളിയായി. റെയിൽവേ സ്റ്റേഷനുകളിലും മറ്റ് പൊതുസ്ഥലങ്ങളിലും നിൽക്കുന്നവരുടെ ഫോണുകൾ വാങ്ങിയായിരുന്നു ഇരുവരും സുഹൃത്തുക്കളെ ബന്ധപ്പെട്ടിരുന്നത്. പെൺകുട്ടിയുടെ വീട്ടുകാരുടെ പരാതിയിൽ മിസ്സിംഗ് കേസ് രജിസ്റ്റർ ചെയ്ത പോലീസ് സജീറിന്റെ അടുത്ത സുഹൃത്തിനെ വിളിച്ചു വരുത്തുകയും തുടർന്ന് സുഹൃത്ത് വഴി ഇയാളോട് നാട്ടിലെത്താൻ ആവശ്യപ്പെടുകയും ചെയ്തു. പെൺകുട്ടിയും യുവാവും ട്രെയിൻ മാർഗം കൊല്ലത്തെത്തിയപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. കാർ വാഷിംഗ് തൊഴിലാളിയായ യുവാവ് 1 വർഷത്തിനു മുൻപാണ് പെൺകുട്ടിയുമായി ഇൻസ്റ്റഗ്രാം വഴി പരിചയത്തിലായത്. തുടർന്ന് പ്രണയം നടിച്ച് പീഡിപ്പിക്കുകയായിരുന്നു എന്ന് പോലീസ് പറഞ്ഞു. വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കൊട്ടാരക്കര. നമ്മുടെ നാട്ടിലെ ടോൾ പ്ലാസകളിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർ പലപ്പോഴും യാത്രക്കാർക്ക് നേരെ ഗുണ്ടായിസം കാണിക്കുന്നുണ്ട്. അതിന് ന്യായവും അന്യായവും എന്തുമാകട്ടെ, നിയമം കയ്യിലെടുക്കാൻ ആർക്കും അധികാരം കൊടുത്തിട്ടില്ലെന്ന് ജീവനക്കാരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്തം കരാറുകാർക്കും ദേശീയപാത അതോറിറ്റിക്കുമുണ്ട്. കഴിഞ്ഞ ദിവസം മാഹി ബൈപ്പാസ് ടോൾ പ്ലാസയിൽ ജീവനക്കാരും യാത്രക്കാരും തമ്മിലുണ്ടായ സംഘർഷത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ഹോണടിച്ച പ്രകോപനത്തിൽ ജീവനക്കാർ യാത്രക്കാരെ മർദ്ദിച്ചെന്നാണ് പരാതി. സെക്യൂരിറ്റി ജീവനക്കാരനും സൂപ്പർവൈസർക്കുമെതിരെ ചൊക്കളി സ്വദേശികൾ തലശ്ശേരി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. കണ്ണൂരിൽ നിന്ന് തലശ്ശേരിയിലേക്ക് പോവുകയായിരുന്ന സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള യാത്രക്കാരാണ് പരാതി നൽകിയത്. വലിയ തിരക്കുണ്ടായിരുന്നുവെന്നും അരമണിക്കൂറോളം കാത്തുനിന്നെന്നും യാത്രക്കാർ പറയുന്നു. ഹോണടിച്ചതോടെ ടോൾ പ്ലാസ ജീവനക്കാരൻ വന്ന് ഹോണടിച്ചാൽ കാറിന്റെ ചില്ലടിച്ച് തകർക്കുമെന്ന് പറഞ്ഞതായി പരാതിയിൽ പറയുന്നുണ്ട്. ഇത് ചോദിക്കാൻ പുറത്തിറങ്ങിയപ്പോൾ തള്ളി താഴെയിട്ടെന്നും പരാതിയിലുണ്ട്. ടോൾ പ്ലാസ ജീവനക്കാരൻ ഒരാളെ തള്ളി താഴെയിടുന്ന ദൃശ്യം പുറത്തു വന്നു. ജീവനക്കാരൻ ചെരിപ്പൂരി യാത്രക്കാരിക്ക് നേരെ ഓങ്ങുന്നതും കാണാം. യാത്രക്കാർ തലശ്ശേരി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. അതേസമയം ടോൾ നൽകാതെ വണ്ടി നിർത്താതെ പോയത് ചോദ്യം ചെയ്തപ്പോഴാണ് സംഘർഷമുണ്ടായതെന്നാണ് ടോൾ പ്ലാസ ജീവനക്കാരുടെ വാദം. സെക്യൂരിറ്റി ജീവനക്കാരൻ യാത്രക്കാരനെ തള്ളിയിട്ടതോടെ സ്ത്രീകൾ ഉൾപ്പെടെ പുറത്തിറങ്ങി ടോൾ പ്ലാസ ജീവനക്കാരെ മർദ്ദിക്കാൻ ശ്രമിച്ചതായും ഇവർ പറയുന്നു. ടോൾ പ്ലാസ ജീവനക്കാരും ദൃശ്യങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. ടോൾ പ്ലാസയിൽ അരമണിക്കൂറോളം കാത്തുനിന്നിട്ടും വാഹനങ്ങൾ കടത്തിവിടാൻ തയ്യാറാകാതെ വന്നതോടെയാണ് ഹോൺ അടിച്ചതെന്നാണ് യാത്രക്കാർ പറയുന്നത്. സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങി. ന്യൂസ് 18 കണ്ണൂർ. പണവും സ്വാധീനവും ഉണ്ടെങ്കിൽ ഈ നാട്ടിൽ ആർക്കും ഏത് കേസിൽ നിന്നും രക്ഷപ്പെടാമെന്ന അവസ്ഥയാണ്. പ്രത്യേകിച്ച് കൈക്കൂലി വാങ്ങുന്ന പോലീസുകാരുള്ളപ്പോൾ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. കണ്ണൂർ പയ്യാവൂർ പോലീസ് സ്റ്റേഷനിലെ ASI ഇബ്രാഹിം സീരകത്ത് മദ്യപിച്ച് വാഹനം ഓടിച്ച കേസിൽ നിന്നും ഒഴിവാക്കാൻ ഒരാളിൽ നിന്നും കൈക്കൂലിയായി വാങ്ങിയത് 14,000 രൂപയാണ്. കോട്ടയം അതിരമ്പുഴ സ്വദേശി അഖിൽ ജോണിൽ നിന്ന് ഗൂഗിൾ പേ വഴി പണം വാങ്ങിയെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ASIയെ സസ്പെൻഡ് ചെയ്തു. DIG യതീഷ് ചന്ദ്രയാണ് പോലീസുകാരനെതിരെ നടപടി സ്വീകരിച്ചത്. പയ്യാവൂർ പോലീസ് സ്റ്റേഷനിലെ ASI ഇബ്രാഹിം സീരകത്തിനെയാണ് സസ്പെൻഡ് ചെയ്തത്. കോട്ടയം അതിരമ്പുഴ സ്വദേശി അഖിൽ ജോണിനെ 13-ന് രാത്രി മദ്യപിച്ച് വാഹനം ഓടിച്ചതിനെ തുടർന്ന് പിടികൂടിയിരുന്നു. എന്നാൽ ഇയാൾക്കെതിരെ കേസെടുക്കാനോ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാനോ തയ്യാറായില്ല. അഖിലിന്റെ ഫോൺ നമ്പർ വാങ്ങിയ ശേഷം വിട്ടയക്കുകയായിരുന്നു. പിറ്റേന്ന് ഇയാളെ വിളിച്ച് കേസ് മറ്റൊരാളുടെ പേരിലാക്കാമെന്നും ഇതിനായും കോടതി ചെലവുകൾക്കായും 14,000 രൂപ വേണമെന്നും ആവശ്യപ്പെട്ടു. തുടർന്ന് ഗൂഗിൾ പേ വഴി പണം വാങ്ങിയെന്ന് കണ്ടെത്തിയതായും സസ്പെൻഷൻ ഉത്തരവിൽ പറയുന്നു.
പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിന് പിന്നാലെയാണ് സസ്പെൻഷൻ. കൂടുതൽ അന്വേഷണത്തിനായി കണ്ണൂർ റൂറൽ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിയെ ചുമതലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ന്യൂസ് 18 കണ്ണൂർ. നമ്മുടെ ജീവിത പങ്കാളിയെ എല്ലാ ദിവസവും ഫോണിൽ വിളിച്ചില്ലെങ്കിലും സ്നേഹാന്വേഷണം നടത്തിയില്ലെങ്കിലുമുള്ള പൊല്ലാപ്പ് എല്ലാവർക്കും അറിയാവുന്നതാണല്ലേ. അങ്ങനെയുള്ള കാലത്താണ് 10 പേരെ ഒരു യുവതി വിവാഹം കഴിച്ചത്. എറണാകുളം കാഞ്ഞിരമറ്റ സ്വദേശിനി രേഷ്മ ഊഴം വെച്ച് എല്ലാ ഭർത്താക്കന്മാരെയും ഫോണിൽ വിളിക്കാനും തട്ടിപ്പ് മറച്ചു വെക്കാനും ശ്രദ്ധിച്ചു. അവരുടെ കുടുംബാംഗങ്ങളുമായി അടുത്ത ബന്ധമായിരുന്നു രേഷ്മയ്ക്കുണ്ടായിരുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള മോഷണ ശ്രമങ്ങൾ സംബന്ധിച്ചോ തട്ടിപ്പ് സംബന്ധിച്ചോ യുവതിക്കെതിരെ കൂടുതൽ പരാതികൾ ലഭിക്കാത്തത് പോലീസിനെയും ആശയക്കുഴപ്പത്തിലാക്കിയിട്ടുണ്ട്. പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുന്നതോടെ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്നാണ് പോലീസിന്റെ പ്രതീക്ഷ. ഭർത്താക്കന്മാരുടെ കുടുംബങ്ങളുമായി വളരെ നല്ല ബന്ധമാണ് രേഷ്മ സൂക്ഷിച്ചിരുന്നതെന്ന് പോലീസ് പറയുന്നു. ബീഹാറിൽ സ്കൂൾ അധ്യാപികയാണെന്നാണ് എല്ലാവരോടും പറഞ്ഞിരുന്നത്. അവിടേക്ക് പോകുന്നെന്ന് പറഞ്ഞാണ് ഒരു ഭർത്താവിന്റെ വീട്ടിൽ നിന്നിറങ്ങി അടുത്തയാളുടെ അടുത്തേക്ക് രേഷ്മ പോയിരുന്നത്. മിക്ക ദിവസങ്ങളിലും കൃത്യമായ സമയം വെച്ച് ഭർത്തൃവീടുകളിലേക്ക് രേഷ്മ ഫോൺ വിളിച്ചിരുന്നു. ഇതുമൂലം ആർക്കും സംശയം തോന്നിയിരുന്നില്ല. അമേരിക്കയിൽ നേഴ്സായ തൊടുപുഴ സ്വദേശി ഫെബ്രുവരി 17 നാട്ടിലെത്തി 19 രേഷ്മയെ വിവാഹം കഴിച്ചു. തുടർന്ന് 24 ഇയാൾ അമേരിക്കയിലേക്ക് മടങ്ങി. 29 വരെ ഇയാളുടെ വീട്ടിൽ കഴിഞ്ഞ രേഷ്മ തുടർന്ന് വാളകം സ്വദേശിയുടെ അടുത്തെത്തുകയും ഇരുവരും മാർച്ച് 1 വിവാഹിതരാവുകയും ചെയ്തു. സർട്ടിഫിക്കറ്റ് എടുക്കാനുണ്ടെന്ന് പറഞ്ഞാണ് ഇവിടെ നിന്ന് രേഷ്മ തൊടുപുഴയിലെ ഭർത്തൃവീട്ടിലേക്ക് പോയിരുന്നത്. ഇതിനിടെ മാട്രിമോണി സൈറ്റ് വഴി കോട്ടയം സ്വദേശിയെ പരിചയപ്പെട്ടു. തൊടുപുഴയിൽ നിന്ന് വാളകത്തേക്കുള്ള യാത്രകൾക്ക് ഉപയോഗിച്ചിരുന്നത് കോട്ടയം സ്വദേശിയായിരുന്നു. ഇയാൾ തന്നെയാണ് ആരനാട് പഞ്ചായത്ത് അംഗവുമായുള്ള വിവാഹത്തിന് രേഷ്മയെ തിരുവനന്തപുരത്ത് എത്തിച്ചത്. ാണ് എറണാകുളം സ്വദേശിയെ രേഷ്മ ആദ്യം വിവാഹം ചെയ്തത്. പിന്നീട് 2022 വൈക്കം സ്വദേശി വിവാഹം കഴിച്ചു. ട്രെയിൻ യാത്രക്കിടയിൽ പരിചയപ്പെട്ട അങ്കമാലി സ്വദേശി തിരുവനന്തപുരം, കൊല്ലം, തൊടുപുഴ, വാളകം സ്വദേശികൾ എന്നിവരെയും പിന്നീട് വിവാഹം കഴിച്ചു. കൊല്ലം സ്വദേശിക്കൊപ്പമാണ് കൂടുതൽ കാലം ജീവിച്ചത്. രേഷ്മ വിവാഹം കഴിച്ച എല്ലാവരെയും പോലീസ് ബന്ധപ്പെട്ടിരുന്നു. എന്നാൽ ഏതെങ്കിലും തരത്തിലുള്ള മോഷണ ശ്രമങ്ങൾ സംബന്ധിച്ചോ തട്ടിപ്പ് സംബന്ധിച്ചോ ഒരു പരാതിയും ലഭിച്ചിട്ടില്ല. മാർച്ച് 1 വിവാഹം ചെയ്ത ആളിനൊപ്പമാണ് നിലവിൽ രേഷ്മയുടെ കുഞ്ഞും അമ്മയും താമസിക്കുന്നതെന്ന് പോലീസ് പറഞ്ഞു. താൻ സംസ്കൃതത്തിൽ PhD ചെയ്യുന്നെന്നാണ് രേഷ്മ പോലീസിനോട് പറഞ്ഞത്. ഓൺലൈൻ വിവാഹ പരസ്യങ്ങൾ കണ്ട് ആദ്യം അമ്മയെന്ന് പറഞ്ഞു വിളിച്ചിരുന്നതും രേഷ്മ തന്നെയാണ്. വിവാഹ പരസ്യം നൽകുന്ന ഗ്രൂപ്പിൽ രജിസ്റ്റർ ചെയ്ത നമ്പറിലേക്കാണ് പഞ്ചായത്ത് അംഗത്തിന് മെയ് 29 ആദ്യം കോൾ ലഭിച്ചത്. ബീഹാറിൽ അധ്യാപികയായ മകൾക്ക് വേണ്ടിയുള്ള ആലോചനയാണെന്ന് പറഞ്ഞ ശേഷം സ്വന്തം നമ്പർ കൈമാറുകയായിരുന്നു. പഞ്ചായത്ത് അംഗത്തെ വിവാഹം കഴിക്കാനിരുന്ന ദിവസമാണ് രേഷ്മ കുടുങ്ങിയത്. ബാഗിൽ മുൻവിവാഹങ്ങളുടെ രേഖകൾ സൂക്ഷിച്ചിരുന്നതാണ് യുവതിക്ക് വിനയായത്. അല്ലെങ്കിൽ ഒരുപക്ഷെ ഇപ്പോഴും ആരും അറിയാതെ രേഷ്മ തട്ടിപ്പുകൾ തുടർന്നേനെ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. കോഴിക്കോട് മലാപ്പറമ്പ് ഫ്ളാറ്റ് കേന്ദ്രീകരിച്ച് നടത്തിയിരുന്ന പെൺവാണിഭ കേന്ദ്രത്തിൽ പോലീസുകാരും എത്തിയിരുന്നതായി വിവരം. അറസ്റ്റിലായ 1-ാം പ്രതി ബിന്ദുവിന്റെ ഫോണിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ 2 പോലീസുകാർക്കെതിരെ അന്വേഷണം തുടങ്ങി. കൂടുതൽ തെളിവ് ശേഖരിക്കാൻ മൊബൈൽ ഫോൺ CDR പരിശോധിക്കുന്നുണ്ട്. ആരോപണത്തെ തുടർന്ന് പോലീസുകാരായ 2 പേരെ നിലവിൽ ജോലി ചെയ്യുന്ന സ്ഥലത്തു നിന്നും മാറ്റിയതായാണ് സൂചന. മലാപ്പറമ്പിൽ ഫ്ളാറ്റ് വാടകയ്ക്കെടുത്ത് പെൺവാണിഭം നടത്തിയ സംഭവത്തിൽ അറസ്റ്റിലായ പ്രതിയുടെ ഫോണിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് 2 പോലീസുകാർക്കെതിരെ പ്രാഥമിക അന്വേഷണം തുടങ്ങിയത്. വയനാട് സ്വദേശി ബിന്ദു, ഇടുക്കി സ്വദേശി അഭിരാമി, കരുവൻ തിരുത്തി സ്വദേശി ഉപേഷ് എന്നീ പ്രതികളെ കഴിഞ്ഞ ദിവസം നടക്കാവ് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ബിന്ദുവാണ് കേസിൽ 1-ാം പ്രതി. 2 പോലീസുകാരും കുറെ കാലമായി ബിന്ദുവുമായി ഫോണിൽ ബന്ധപ്പെട്ടിരുന്നതായാണ് കണ്ടെത്തൽ. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇരുവരും അനാശാസ്യ കേന്ദ്രത്തിൽ എത്തിയിരുന്നതിന് തെളിവുകൾ ലഭിച്ചത്. കൂടുതൽ വിവരങ്ങൾ ലഭിക്കാൻ മൊബൈൽ ഫോൺ കോളുകളുടെ വിശദാംശങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്.
2022-ലും സമാന കേസിൽ ബിന്ദുവിനെതിരെ പോലീസ് നടപടിയെടുത്തിരുന്നു. ആ സമയം മുതൽ ഇരുവർക്കും പ്രതിയുമായി ബന്ധമുണ്ടെന്നാണ് വിവരം. 2 വർഷത്തിന് ശേഷമാണ് സംഘം മലാപ്പറമ്പ് താവളമാക്കിയത്. പ്രതികൾക്ക് അനാശാസ്യ കേന്ദ്രം നടത്താൻ പുറമേ നിന്ന് സഹായം ലഭിച്ചതായി കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്തപ്പോൾ സൂചന ലഭിച്ചിരുന്നു. കെട്ടിടം വാടകയ്ക്ക് ലഭ്യമായ സാഹചര്യവും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. പോലീസുകാർക്കെതിരെ കൂടുതൽ വകുപ്പ് തല നടപടികൾ ഉടൻ ഉണ്ടാകുമെന്നാണ് സൂചന. ന്യൂസ് 18 കോഴിക്കോട്. കൊല്ലം കൊട്ടാരക്കരയിൽ വീട്ടമ്മയുടെ 5 പവൻ സ്വർണം കവർന്ന കേസാണ് പോലീസ് പെട്രോളിനെ പരിശോധിക്കുന്നത്. വീട്ടമ്മയുടെ മാല കവർന്ന സംഭവത്തിൽ അന്വേഷണം നടത്തിയ പോലീസ് ഒടുവിലെത്തിയത് ഇവരുടെ വാടക വീട്ടിലേക്കാണ്. വീട്ടിൽ വാടകയ്ക്ക് താമസിച്ചിരുന്ന യുവതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. കൊട്ടാരക്കര സ്വദേശിനി റെനീസയാണ് വീട്ടുകാരോടുള്ള അടുപ്പം മുതലെടുത്ത് കവർച്ച നടത്തിയത്. കൊട്ടാരക്കര ബസ് സ്റ്റാൻഡിന് മുമ്പിൽ മഞ്ജു കപ്പലണ്ടി കച്ചവടം ചെയ്ത് സ്വരുക്കൂട്ടിയ തുകയിൽ വാങ്ങിയതായിരുന്നു സ്വർണ്ണാഭരണങ്ങൾ. മഞ്ജു വീട്ടിലില്ലാതിരുന്ന സമയത്ത് ആഭരണങ്ങൾ വെച്ചിരുന്ന ബാഗ് സഹിതം കാണാതെ പോവുകയായിരുന്നു. മോഷണമറിഞ്ഞ ദിവസം തന്നെ വാടകയ്ക്ക് താമസിച്ചിരുന്ന 34-കാരി റെനീസയെ സംശയമുണ്ടെന്ന് കാട്ടി കൊട്ടാരക്കര പോലീസിൽ മഞ്ജു പരാതി നൽകിയിരുന്നു. അടുത്ത ദിവസം തന്നെ സ്വർണ്ണാഭരണങ്ങൾ സൂക്ഷിച്ച ബാഗ് കിണറ്റിൽ നിന്ന് കണ്ടെത്തുകയും ചെയ്തു. ഇതിനിടെ മറ്റൊരു വീട്ടിലേക്ക് താമസം മാറിയ റെനീസ ആഡംബര ജീവിതം നയിച്ചു വരികയായിരുന്നു. പോലീസ് ഇവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോഴാണ് മോഷണ വിവരം പുറത്തറിയുന്നത്. മോഷ്ടിച്ച സ്വർണം അടൂറുള്ള സ്ഥാപനത്തിൽ പണയപ്പെടുത്തിയതായി പ്രതി പോലീസിനോട് സമ്മതിച്ചു. തെളിവെടുപ്പ് പൂർത്തിയാക്കിയ ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കൊട്ടാരക്കര. ഇരുചക്ര വാഹനങ്ങളുടെ തകർക്കാൻ പറ്റാത്ത ഏത് പൂട്ടും പൊളിക്കുന്നവരാണ് ഇടുക്കി സ്വദേശികളായ അനൂപും ചന്ദ്രപ്രസാദും. ബൈക്കുകൾ മോഷ്ടിച്ച് അതിൻ്റെ എഞ്ചിൻ ഉൾപ്പെടുന്ന ഭാഗങ്ങൾ തമിഴ്നാട്ടിൽ കൊണ്ടുപോയി വിൽക്കുന്നതാണ് ഇവരുടെ രീതി. ഇങ്ങനെ ഇടുക്കി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിരവധി ഇരുചക്ര വാഹനങ്ങൾ ഇവർ മോഷ്ടിച്ചിട്ടുണ്ട്. മോഷ്ടിച്ച ബൈക്കിൽ യാത്ര ചെയ്യവേ അടിമാലിക്ക് സമീപം വാഹനം അപകടത്തിൽപ്പെട്ടതോടെ 2 പേർക്കും പിടിവീണു. ഇവർ അറസ്റ്റിലായതോടെ നിരവധി മോഷണ കേസുകൾക്ക് തുമ്പുണ്ടാകുമെന്നാണ് പോലീസിന്റെ പ്രതീക്ഷ. രാജാക്കാട് മാങ്ങാത്തൊട്ടി സ്വദേശി ഒറ്റപ്ലാക്കൽ അനൂപ്, അണക്കര സ്വദേശി വാഴയിൽ ചന്ദ്രപ്രസാദ് എന്നിവരാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ 7-ന് ഉടുമ്പൻചോല പോലീസ് സ്റ്റേഷൻ പരിധിയിലെ മുക്കുടിയിൽ നിന്ന് ഒരു ബൈക്ക് മോഷണം പോയിരുന്നു. ഇതു സംബന്ധിച്ച് അന്വേഷണം നടന്നു വരവെയാണ് പ്രതികൾ പിടിയിലായത്. മോഷ്ടിച്ച ബൈക്കിൽ കോതമംഗലത്ത് പോയി തിരികെ വരുന്ന വഴി അടിമാലിക്ക് സമീപത്ത് വെച്ച് അപകടത്തിൽപ്പെടുകയും പെട്രോളിങ്ങിനെത്തിയ അടിമാലി പോലീസിന്റെ പിടിയിലാവുകയുമായിരുന്നു. തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിൽ മുക്കിടിയിൽ നിന്നും മോഷ്ടിച്ച ബൈക്കാണ് കൈവശമുള്ളതെന്ന് പ്രതികൾ സമ്മതിച്ചു. തുടർന്ന് പ്രതികളെ ഉടുമ്പൻചോല പോലീസിന് കൈമാറി. വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് ജില്ലയിലെ വിവിധ മേഖലകളിൽ നിന്നും ഇരുവരും ചേർന്ന് ബൈക്ക് മോഷ്ടിച്ച് കടത്തിയിട്ടുണ്ടെന്ന് സമ്മതിച്ചത്. ഇവര് ആണ് ഈ ബൈക്ക് മോഷ്ടിച്ചതെന്നും ഇത് കൂടാതെ ഇവര് ഇന്ന ദിവസം തന്നെ രാജാക്കാട് ഭാഗത്തു നിന്ന് രാജാക്കാട് ബസ് സ്റ്റാൻഡിൽ നിന്നും 2 ബൈക്കുകൾ കൂടി മോഷ്ടിച്ചിട്ടുണ്ടെന്നും അതിന് രാജാക്കാട് പോലീസ് സ്റ്റേഷനിലെ ഫെയർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും പറഞ്ഞിട്ടുണ്ട്. പിന്നീട് ഇത് കൂടാതെ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലായി കുമളി പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലും ഇതുപോലെ 2 ബൈക്കുകൾ ഇവർ മോഷ്ടിച്ചിട്ടുണ്ട്. രാജാക്കാട് ബസ് സ്റ്റാൻഡ് പരിസരത്തു നിന്നും കുമളി ചക്കുപള്ളത്തു നിന്നും 2 ബൈക്കുകൾ വീതമാണിവർ മോഷ്ടിച്ചിട്ടുള്ളത്. മറ്റു മേഖലകളിൽ നിന്നും അടുത്തിടെ ഇരുചക്ര വാഹനങ്ങൾ നഷ്ടപ്പെട്ട സംഭവങ്ങളിൽ ഇവർക്ക് പങ്കുണ്ടോയെന്നും സംഘത്തിൽ മറ്റു പ്രതികൾ ഉണ്ടോയെന്നും പോലീസ് അന്വേഷിച്ചു വരികയാണ്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 ഇടുക്കി. മലപ്പുറം തിരൂർ സ്വദേശി സൈനുദ്ദീൻ നാട്ടിൽ സ്ഥിരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ക്രിമിനലാണ്. അനധികൃത മണൽക്കടത്ത്, അടിപിടി ഉൾപ്പെടെ നിരവധി കേസുകളിലെ പ്രതിയായ സൈനുദ്ദീനെ കാപ്പ നിയമപ്രകാരം അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു.
അനധികൃത മണൽക്കടത്ത് സംഘത്തിലെ പ്രധാന കണ്ണിയാണ് ഇയാളെന്ന് പോലീസ് പറയുന്നു. അറസ്റ്റിലായ പ്രതിക്ക് തിരൂർ പോലീസ് സ്റ്റേഷനിലും മറ്റ് സമീപ സ്റ്റേഷനുകളിലും നിരവധി കേസുകളുണ്ട്. തിരൂർ സ്വദേശിയും നിരവധി കേസുകളിലെ പ്രതിയുമായ സൈനുദ്ദീനെയാണ് കാപ്പ നിയമപ്രകാരം നടപടി സ്വീകരിച്ച് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ മാസം 4-ന് കാപ്പ ഉത്തരവ് ലംഘിച്ച പ്രതി അറസ്റ്റ് ഭയന്ന് ഒളിവിലായിരുന്നു. ഹൈക്കോടതി ഉത്തരവ് പ്രകാരം തിരൂർ പോലീസ് സ്റ്റേഷനിൽ ഹാജരായപ്പോഴാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. അനധികൃത മണൽക്കടത്ത് സംഘത്തിലെ പ്രധാന കണ്ണിയാണ് സൈനുദ്ദീൻ. ഇയാൾക്കെതിരെ തിരൂർ പോലീസ് സ്റ്റേഷനിലും സമീപ പോലീസ് സ്റ്റേഷനുകളിലും നിരവധി കേസുകളുണ്ട്. കാപ്പ നിയമത്തിലെ 3 വകുപ്പ് പ്രകാരം പ്രതിയെ തടങ്കലിൽ പാർപ്പിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നതായി തിരൂർ പോലീസ് അറിയിച്ചു. ന്യൂസ് 18 തിരൂർ. കേരളത്തിലേക്ക് കഞ്ചാവും മറ്റ് ലഹരി ഉൽപ്പന്നങ്ങളും വരുന്നത് അയൽ സംസ്ഥാനങ്ങളിൽ നിന്നാണ്. ഇതര സംസ്ഥാനക്കാരടങ്ങുന്ന വലിയ സംഘം തന്നെ ഇവർക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. ആന്ധ്രാപ്രദേശിൽ നിന്നും കേരളത്തിലേക്ക് കഞ്ചാവ് എത്തിക്കുന്നതിനിടെ 4-അംഗ സംഘം തമിഴ്നാട്ടിൽ വെച്ച് പിടിയിലായി. 3 സ്ത്രീകൾ ഉൾപ്പെടെയുള്ള സംഘത്തിൽ നിന്ന് 22 കിലോ കഞ്ചാവ് കമ്പൻ നോർത്ത് പോലീസ് കണ്ടെടുത്തു. സെൽവം, ഉസിലാംപെട്ട് സ്വദേശിനി പാണ്ഡീശ്വരി, കൊടൈക്കനാൽ സ്വദേശിനികളായ മുത്തുലക്ഷ്മി, കർപ്പകവല്ലി എന്നിവരാണ് അറസ്റ്റിലായത്. ആന്ധ്രാപ്രദേശിൽ നിന്നും കമ്പം വഴി കേരളത്തിലേക്ക് കഞ്ചാവ് കടത്തുന്നതായി രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്ന് പോലീസ് കമ്പം ടൗണിൽ പരിശോധന നടത്തുകയായിരുന്നു. പുതിയ ബസ് സ്റ്റാൻഡിന് സമീപം റോഡിൽ ഒരു ചാക്കുമായി 3 സ്ത്രീകൾ ഉൾപ്പെടെ 4 പേർ നിൽക്കുന്നത് കണ്ട് പരിശോധിച്ചപ്പോഴാണ് ചാക്കിൽ കഞ്ചാവ് കണ്ടെത്തിയത്. ആന്ധ്രയിൽ നിന്ന് വാങ്ങിയ കഞ്ചാവ് കേരളത്തിലെത്തിച്ച് വിൽപ്പന നടത്തുകയായിരുന്നു പ്രതികളുടെ ലക്ഷ്യം. മുൻപും ഇവർ കഞ്ചാവ് കടത്തിയിട്ടുണ്ടെന്നും ഇവരുടെ പിന്നിൽ വൻ സംഘമുണ്ടെന്നുമാണ് സൂചന. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 ഇടുക്കി. തിരുവനന്തപുരം പേട്ടയിൽ ട്രെയിൻ തട്ടി മരിച്ച 17-കാരന്റെ മൃതദേഹം പോലീസ് ബന്ധുക്കളെ അറിയിക്കാതെ സംസ്കരിച്ചതിൽ ദുരൂഹത. വെമ്പായം തേക്കട സ്വദേശി അഭിജിത്തിന്റെ മൃതദേഹമാണ് അജ്ഞാത മൃതദേഹമെന്ന് കരുതി പോലീസ് സംസ്കരിച്ചത്. അഭിജിത്ത് മാർച്ച് 5-ന് ട്രെയിൻ തട്ടി മരിച്ച വിവരം സുഹൃത്തുക്കൾ അറിഞ്ഞിരുന്നുവെന്നും എന്നാൽ പോലീസിനെയോ ബന്ധുക്കളെയോ അറിയിക്കാതിരുന്നതിൽ ദുരൂഹതയുണ്ടെന്നും കുടുംബം ആരോപിക്കുന്നു. മാർച്ച് 3-ന് ശേഷമാണ് അഭിജിത്തിനെ കാണാതായത്. തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിൽ കുറച്ചു ദിവസം വീട്ടുകാർ കാത്തുനിന്നു. പിന്നീട് കഴിഞ്ഞ മാർച്ച് 14-ന് ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകി. എന്നാൽ മാർച്ച് 5-ന് അഭിജിത്ത് പേട്ടയിൽ ട്രെയിൻ തട്ടി മരിച്ച കാര്യം ബന്ധുക്കൾ അറിയുന്നത് ഇക്കഴിഞ്ഞ ദിവസമാണ്. യുവാവിൻ്റെ മരണത്തിൽ മാത്രമല്ല സംസ്കാരത്തിലും ചില സംശയങ്ങളുണ്ട്. പോലീസിന് സംഭവിച്ച വീഴ്ച നിസ്സാരമായി കാണാനാകില്ല. അഭിജിത്തിന് സംഭവിച്ചത് എന്താണെന്ന് പുറത്തു വരേണ്ടതാണ്. ഇതോടെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.